നമസ്കാരം. നമ്മളിന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ 4ാമത്തെ സെക്ഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചാർജസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻട്രി ലോഡ്. അതായത് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് മേടിക്കുമ്പോൾ അവരൊരു ചെറിയ ചാർജ് നമ്മുടെ നിന്ന് എടുക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഫണ്ട് മേടിക്കുന്ന സമയത്ത് അതിനാണ് നമ്മൾ എൻട്രി ലോഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മിക്ക മ്യൂച്വൽ ഫണ്ടുകളും ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് എക്സിറ്റ് ലോഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാലത്തിന് അകം നമ്മളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിലത് ലോക്കിൻ പീരീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൊല്ലമോ മറ്റോ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ലോങ് ടൈമിന് പകരമായിട്ട് നമ്മൾ ഷോർട്ട് ടൈമിൽ ഈ പറഞ്ഞ സമയത്ത് നമ്മളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഹൗസുകൾ നമ്മുടെ നിന്ന് ഒരു ചെറിയ ചാർജസ് എടുക്കാറുണ്ട്. അത് 0.5 to 3% വരെ ഡിപ്പെൻസ് നമ്മളത് ഹോൾഡ് ചെയ്യുന്ന കാലാവധിയും സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാലാവധി, ലോക്കിൻ പീരീഡ് കാലാവധിയൊക്കെ അനുസരിച്ചായിരിക്കും ഇത് ഇരിക്കുന്നത്. ഇതാണ് ബേസിക്കലി മെയിനായിട്ടുള്ള രണ്ട് എൻട്രി ലോഡും എക്സിറ്റ് ലോഡും രണ്ടും മെയിനായിട്ടുള്ള ചാർജസാണ്. ഈ രണ്ടും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് വളരെ സിമ്പിളാണ്. മേടിക്കുമ്പോഴുള്ള ചെറിയ ചാർജ് നമ്മളൊരു സ്റ്റോക്ക് ഒരു സ്കീമിൽ നിന്ന് പെർട്ടിക്കുലർ ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് നമ്മളത് വിറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസ കൊടുക്കണം. അത് എക്സിറ്റ് ലോഡ്. ഇത് സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ അതിനത് കുറച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. 2, ട്രാൻസാക്ഷൻ ചാർജ്. ഈ ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ചാർജാണ്. നമ്മൾ ഏതൊരു സ്കീമിൽ 10,000 രൂപയോ അതിന് മുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിൽ നിന്ന് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ എടുക്കുന്ന ചാർജാണ് ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ അതിന് നമ്മൾ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾക്ക് ഇത് കൊടുക്കാനായിരിക്കും ഈ ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മൾ SIP ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 10,000 അതിന് മുകളിലുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് ഡിഡക്റ്റ് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതൽ 4 5ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെ അവർ ചെറുതായിട്ട് ട്രാൻസാക്ഷൻ ചാർജ് എടുക്കുന്നുണ്ട്. നമുക്ക് റെഗുലർ ചാർജും റെഗുലർ സ്കീമും ഡയറക്റ്റ് സ്കീമും ഒക്കെ ഡേറ്റിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ അതിനെപ്പറ്റി നമുക്ക് അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വളരെ ഇതാണ് നമ്മളൊരു സ്കീമിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി അവർ ചെറിയൊരു ചാർജ് എടുത്തിട്ട് ഇടയ്ക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ്മാർ കൊടുക്കുന്ന ഒരു ചെറിയ ചാർജാണ് ഈ ട്രാൻസാക്ഷൻ ചാർജ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. 2, റിക്കറിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഓൺ ഗോയിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫണ്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ചിലവിനെയാണ് ഈ ചാർജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഡെയിലി NAVയിൽ നിന്ന് അവരുടെ ചിലവ് കണക്ക് കൂട്ടി കുറച്ചതിന് ശേഷമായിരിക്കും അവർ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ NAV ഡെയിലി ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് ഈ 2 തരത്തിലുള്ള ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഓരോ ഫണ്ടിനും മുകളിലുണ്ടാകുന്ന ചാർജസാണ്. ഈ ചാർജ് കൂടുതലാകും തോറും നമുക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കുറയും, അതനുസരിച്ച് ആനുപാതികമായിട്ട് കുറവുണ്ടാകും. അപ്പോൾ നമ്മളൊരു തമ്പ് റൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1% മാനേജ്മെൻറ്റ് ചാർജും 0.6% ആനുവൽ എക്സ്പെൻസിനും, അതായത് 1.6 എന്നാണ് സാധാരണ ഒരു തമ്പ് റൂൾ, നമുക്കൊരു ജനറൽ റൂൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയാൻ പറ്റും. പക്ഷേ ഇത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണോ കുറവാണോ നമ്മൾ ചെയ്യുക. അപ്പം എക്സ്പെൻസ് കൂടുതലുകൊണ്ട് മാത്രം നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നല്ല ഇതല്ല. പക്ഷേ എപ്പോഴും നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഫണ്ട് തരുന്ന റിട്ടേൺ ആണ്. ആ റിട്ടേൺ ആനുപാതികമായിട്ടാണ് അവരെടുത്തിരിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നാലും ഒരു ജനറൽ റൂളിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1.6 to 2% ഒക്കെയാണ് സാധാരണ ഒരുമാതിരിപ്പെട്ട ഫണ്ട് ഹൗസുകൾക്ക് ചാർജ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വരുമ്പോൾ കാണാൻ പറ്റും.
അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഒരു റൈറ്റ് ഒരു റൈറ്റ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് തന്നെ ഫണ്ടുകൾ, പലതരത്തിലുള്ള ഫണ്ടുകളും അതിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. അത് തന്നെയാണ് നമ്മൾ ഒന്നുകൂടി വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട്സ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക, അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറണ്ട് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻകം, നമ്മുടെ ഫസ്റ്റ് ഇൻകം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അസറ്റ് ക്ലാസ്. അതായത് നമ്മൾ പലതരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സ് ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പലതരത്തിലുള്ള ഫണ്ടുകളിൽ അവർ നിക്ഷേപം നടത്തുന്നു. ആ നിക്ഷേപം നടത്തുന്ന കൂട്ടത്തിൽ അത് ബ്ലെൻഡ് ചെയ്തിട്ട്, അത് മിക്സ് ചെയ്തിട്ട് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് കൂടുതൽ റിട്ടേൺ തരാൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലോങ് ടൈം ഗ്രോത്ത് വിത്ത് കിട്ടുന്ന കൂട്ടത്തിൽ നമ്മുടെ കറണ്ട് ഇൻകം, അതാണ് ഈ ബാലൻസ്. അതായത് നമ്മൾ ഡെപ്റ്റ് ഫണ്ടേ പോലെ കൂടുതൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. കാരണം ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ആനുപാതികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റിസ്ക് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഒരിടത്തും ഇക്വിറ്റിയിൽ മാർക്കറ്റിലെ ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കവിടെ നഷ്ടം ചെയ്യുന്നത്, മറ്റേത് അവർ ആ ബോണ്ടുകളിൽ കൂടെ അത് ബാലൻസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ആ ലോങ് ടൈമിൽ നമ്മുടെ ഗ്രോത്ത് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക, നമ്മുടെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ദ സെക്കൻഡ് തിങ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഇൻകം. അതായത് നമ്മുടെ ഗ്രോത്ത് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻകം കൂടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ബാലൻസ് ആണ്. നമ്മുടെ രണ്ടും കൂടെ കറണ്ട് ഇൻകവും നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം പക്ഷേ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇൻകത്തിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ ഗ്രോത്തിനാണ് നമ്മൾ കൂടുതൽ നമ്മുടെ കൺസിഡറേഷൻ, പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾ മുടക്കിയ പണത്തിൻ്റെ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് കൂടുതൽ നമുക്ക് റിസ്ക് എടുക്കുകയും നമുക്ക് കൂടുതൽ നമുക്ക് എന്താ പറയുക റിട്ടേൺ ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഫണ്ടുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫണ്ടുകളെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈമാണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊല്ലം എന്ന് പറയാം. അപ്പം 2 കൊല്ലം അതിൽ താഴെയാണ് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഗോൾ, നമ്മൾ ഏത് ഫ്യൂച്ചർ ഫണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അത് നമുക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ലിക്വിഡ് ഫണ്ട്, ഷോർട്ട് ടൈം ഫണ്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡേറ്റിൽ പോകുന്നില്ല. അപ്പോൾ രണ്ടാമത്തേത് ഷോർട്ട് ടൈം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് മീഡിയം ടൈം, അതായത് നമുക്കൊരു 7 കൊല്ലം വരെ നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ, ELSS, അതുപോലെ തന്നെ ബാലൻസ് ഫണ്ട്, സെക്ടർ ഫണ്ടുകൾ, ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ് നമ്മളൊരു മീഡിയം ടൈമിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ, അതായത് 7 കൊല്ലത്തിന് മുകളിൽ ഒരു ഡിപ്പെൻസ് നമ്മുടെ പ്രായം അനുസരിച്ചിട്ട് നമ്മൾ ഒരാൾ 25 ആണെന്നുണ്ടെങ്കിൽ 30 കൊല്ലം റിട്ടയർമെൻറ്റൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് അത്ര വളരെ വലിയ രീതിയിൽ നമുക്കൊരു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമുക്കത് നീട്ടിക്കൊണ്ട് നമുക്ക് വലിയ റിട്ടേൺ നമ്മുടെ ആ ഗോൾ അനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് നമുക്ക് റിട്ടയർമെൻ്റ് ആകും, കല്യാണമാകും, വണ്ടി മേടിക്കുന്നതാകും, നമുക്ക് വീട് വെക്കാനാകും. അതനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് കൂടുതലെടുക്കുകയും ചെയ്യാൻ പറ്റും. അതാണ് ഈ ലോങ് ടൈമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ലോങ് ടൈമിന് പോകുന്ന ആളുകൾ എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ തെമാറ്റിക്, ഏറ്റവും ബെസ്റ്റ് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് തന്നെ ആണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ, റിസ്ക് കൂടുതലാണ് ലോങ് ടൈമിലായതുകൊണ്ട്. പക്ഷേ നമുക്ക് അതനുസരിച്ച് ആ റിസ്ക് നമ്മുടെ ഡ്യൂറേഷൻ കൂടുമ്പോൾ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും, നമുക്ക് ബെറ്റർ റിട്ടേൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഷോർട്ട്, മീഡിയം ടൈം, ലോങ് ടൈം ഇതനുസരിച്ചിട്ട് നമ്മൾ അതിന് പറ്റിയ സ്കീമുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ഇത്തരം നമ്മുടെ ഈ ടേംസ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ, അതനുസരിച്ചുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യാനും. 2, അടുത്ത പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലോങ് ടൈം ഗ്രോത്ത് വിത്ത് സേഫ്റ്റി. അപ്പോൾ നമ്മൾ ഈ ലോങ് ടൈം ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡൈവേഴ്സിഫൈഡ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് കുറയും, നമ്മൾ കുറച്ചുകൂടെ സേഫായിരിക്കും. എന്നാൽ നമ്മുടെ ആ ക്യാപിറ്റൽ അപ്രിസിയേഷൻ റിലേറ്റീവ്ലി അപ്പം നമ്മൾ മുടക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും.
നമ്മുടെ ഇത് ലോങ് ടൈം വിത്ത് സേഫ്റ്റിയാണ് പറയുന്നത്. അതുപോലെ അടുത്ത ലോങ് ടൈം ഗ്രോത്ത് വിത്ത് ഗ്രേറ്റർ റിസ്ക്, ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ വിത്ത് ഗ്രേറ്റർ റിസ്ക്. അതായത് സെക്കൻഡ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നു, നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു. അപ്പോൾ സേഫ്റ്റിക്കകത്ത് നമുക്ക് നമ്മുടെ ആ മുടക്കിയ പണത്തിന്, ഞാൻ പറഞ്ഞ അല്പം തെറ്റിയോ സംശയം, മുടക്കിയ പണത്തിന് നമ്മുടെ ആ സേഫ്റ്റി അതാണെന്ന് അതും കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. രണ്ടാമത്തെ നമ്മൾ കൂടുതൽ നമ്മുടെ എത്രയും കൂടുതൽ റിസ്ക് എടുക്കുന്നോ റിസ്ക്കും റിവാർഡും നമുക്ക് അതനുസരിച്ചായിരിക്കും നമുക്ക് റിട്ടേൺ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് കൂടുതൽ എടുക്കുമ്പോൾ അത്തരം സ്കീമുകൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ഫാക്ടർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഒരു ലോങ് ടൈം നമ്മളൊരു 30 വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് ഹൗസിൻ്റെ റിലയബിൾ ആകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. നമ്മൾ അവരുടെ ഇതുവരെ സ്കീം, അവർ പെർഫോമൻസ്, അവർ എത്ര നാൾ മാർക്കറ്റിലുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള അവരെ പറ്റി വല്ല കംപ്ലൈൻസും മറ്റോ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ തപ്പി നമുക്ക് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ആ ആധികാരികത, അവരുടെ ആ വിശ്വാസ്യത, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, നമുക്കറിയാം, നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ് ഫണ്ട് മാനേജേഴ്സ്. ഓരോ ഫണ്ട് മാനേജേഴ്സിൻ്റെ അനുസരിച്ചിട്ടാണ് ഓരോ ഫണ്ട് അയാളാണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെ അത് ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര റിസ്ക് എടുക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഓക്കെ. അപ്പോൾ ഈ ഫണ്ട് മാനേജേഴ്സിൻ്റെ കഴിവനുസരിച്ചിട്ടാണ് ഓരോ ഫണ്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെയുള്ള ഫണ്ട് മാനേജേഴ്സ് ഇൻ്റർവ്യൂകളൊക്കെ മാഗസിൻസും പത്രത്തിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും അവർ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതേപോലെ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ മാനേജേഴ്സ് ആകുമ്പോൾ അവർ പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫണ്ട് പെർഫോമൻസ്. അപ്പോൾ ഫണ്ട് ഹൗസ് എങ്ങനെയായിക്കോട്ടെ, മാനേജർ എങ്ങോട്ടെ, നമുക്ക് എങ്ങനെയായിക്കോട്ടെ, പക്ഷേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഏറ്റവും നമുക്ക് ഊന്നൽ നൽകേണ്ടത് നമ്മൾ ചെയ്യുന്ന ഫണ്ട് അതിൻ്റെ പെർഫോമൻസ്, അത് കാലാകാലങ്ങളിലുള്ള പെർഫോമൻസാണ്. നമ്മൾ അത് എങ്ങനെ ചെയ്യണം അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത് മാറ്റി കൊണ്ടുപോകാനായിട്ട്. ഇത് കൊണ്ട് ബെറ്ററാണോ, ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതോ ഇത് നിർത്തിയിട്ട് വേറെയൊക്കെ സ്വിച്ച് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. നാലാമത് നമ്മൾ പറയുന്നത് കീ ഫണ്ട് റേഷ്യോസ്. അതായത് നമ്മൾ അടുത്ത് വരുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ആ റേഷ്യോസ് അനുസരിച്ച് ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഫണ്ട് മാനേജറുടെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പം റേഷ്യോസ്, മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫണ്ട് കമ്പനി അതിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലവുകൾ മറ്റ് വരുന്ന ആ റേഷ്യോ അതിൻ്റെ ബേസിലാണ് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ കണക്ക് കൂട്ടുന്നത്. 2, ഷാർപ്പ് റേഷ്യോ. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പൊതുവെ ആളുകൾ എക്സ്പെൻസ് റേഷ്യോ നോക്കാറുണ്ട്, ഇൻഫർമേഷൻ റേഷ്യോ നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരാം. അപ്പം ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേണും നമ്മുടെ റിസ്ക്കും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ഓരോ ഫണ്ടും അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്, അതിന് മുമ്പ് നടന്ന അതിൻ്റെ പ്രകടനം, ഫണ്ടിൻ്റെ പ്രകടനം അനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രമാത്രം മാറിയാണ് നമ്മുടെ ആ ഫണ്ട് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ആ ഡീവിയേഷനെ കാണിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻഫർമേഷൻ റേഷ്യോ. ഇത് നമ്മുടെ ഫണ്ട് മാനേജറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞാൽ ഫണ്ട് മാനേജറുടെ കഴിവെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയാളുടെ എബിലിറ്റി അളക്കുന്ന അയാളുടെ കഴിവ് അളക്കുന്ന ഒരു റേഷ്യോ ആണ് ഇൻഫർമേഷൻ റേഷ്യോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്ക്, അതായത് ഇൻഡെക്സുമായിട്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമുക്ക് ഇൻഫർമേഷൻ റേഷ്യോ കൂടെ അറിയാൻ പറ്റും. നമ്മുടെ ശരിക്കും പറയാം ഇതിൽ കൂടെയാണ് നമ്മുടെ ഒരു ഫണ്ട് മാനേജർ കഴിവ് നമ്മൾ അളക്കുന്ന ഈ റേഷ്യോയിൽ കൂടെയാണ്.
ഇപ്പം നമ്മൾ കണ്ട ആ റേഷ്യോസ് ഞാനിത് എക്കണോമിക് ടൈംസിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്താണ് നമുക്ക് എല്ലാവർക്കും ഞാൻ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോസിൻ്റെ ഡീറ്റെയിൽ ഓരോ ഫണ്ടുമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടണം. ഞാൻ ചില സൈറ്റിൽ കാണും, ചില സൈറ്റിൽ കണ്ടില്ല. എന്തായാലും ഈ ഡീറ്റെയിൽസ് എനിക്ക് എക്കണോമിക് ടൈംസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് കീ പെർഫോമൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻസ് നമ്മുടെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആവറേജ് റിട്ടേൺ നമുക്ക് അതിൻ്റെ ഞാൻ അടുത്തൊരു സ്ലൈഡിൽ കാണിച്ചു തരാം. അടുത്ത സ്ലൈഡ് വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, NAV അടിസ്ഥാനത്തിലല്ല നമ്മൾ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് നോക്കേണ്ടത്. അത് നമുക്ക് ആനുവലൈസ്ഡ് റിട്ടേൺ എത്ര തരുന്നു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കതിൻ്റെ റിട്ടേൺ ഓരോ കൊല്ലം അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ അതിൻ്റെ റിട്ടേൺ അനുസരിച്ചാണ് നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നത്. ദാറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഈ കീ പെർഫോമൻസ് മെട്രിക്കിൽ ഈ മീൻസ് എന്നുള്ളത്, അതായത് നമുക്ക് റിട്ടേൺ ഉള്ള തരുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. ദാറ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഷാർപ്പ് റേഷ്യോ. അപ്പോൾ ഈ ഷാർപ്പ് റേഷ്യോയിൽ എ ഫണ്ട് വിത്ത് ഹയർ ഷാർപ്പ് റേഷ്യോ ഈസ് കൺസിഡർഡ് ബെറ്റർ ദാൻ എ ഫണ്ട് വിത്ത് ലോവർ ഷാർപ്പ് റേഷ്യോ. അപ്പം ഷാർപ്പ് റേഷ്യോ കൂടി നിൽക്കുന്നതാണ് ഷാർപ്പ് റേഷ്യോ കുറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും നല്ലത്. അപ്പം അതിൻ്റെ ഒരു ഫണ്ടിൻ്റെ ഞാൻ എടുത്തത് 1.36 എന്ന് കാണുന്നത്. അപ്പം നമ്മൾ അതേ കാറ്റഗറിയിൽ പെടുന്ന, ഇപ്പോൾ നമ്മളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പം അതേ കാറ്റഗറിയിൽ ചെയ്യുന്ന മറ്റ് ഫണ്ടുകളുടെ റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളിത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്ര ഫണ്ട് പെർഫോം ചെയ്തു അതിൻ്റെ മറ്റ് റേഷ്യോസ് നമ്മളങ്ങനെ കമ്പയർ ചെയ്യാം. മൂന്നാമത്തേത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ ബെഞ്ച് മാർക്കും നമ്മുടെ ഫണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം, അതിനെയാണ് നമ്മൾ അളക്കുന്നതിനാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും. ഇവിടെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. നാലാമത്തേത് ഇൻഫർമേഷൻ ഡീറ്റെയിൽ. നമ്മൾ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഇൻഫർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ പെർഫോം ചെയ്യുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഫണ്ട് മാനേജർ പെർഫോമൻസ് ബെറ്ററാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള റേഷ്യോ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ നിങ്ങളത് കൂടുതൽ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതനുസരിച്ച് നോക്കി കൂടുതലെന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല അതിനെപ്പറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ആണ്. ഞാനിത് മണി കൺട്രോളിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അവിടെ പോയി കഴിഞ്ഞ് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ കളറിൽ ഓരോ ഫണ്ടിൻ്റെയും പെർഫോമൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഫണ്ടിൻ്റെ റേറ്റിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് റിട്ടേൺ ഉണ്ട്. ഞാനിവിടെ 1 week കാണിച്ചിട്ട് പെർഫോമൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല ഫണ്ട് സെലക്ട് ചെയ്യാം എന്നുള്ളതിന് നമുക്ക് നേരിട്ട് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ പോവുക. പല സൈറ്റുകളുണ്ട്, ഞാൻ ജസ്റ്റ് മണി കൺട്രോൾ മാത്രം മണി കൺട്രോൾ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സൈറ്റിൽ പോവുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയാം യു ആർ ഹിയർ മണി കൺട്രോൾ മ്യൂച്വൽ ഫണ്ട്, ഡൈവേഴ്സിഫൈഡ് ഫണ്ട്, പ്രിൻസിപ്പൽ മ്യൂച്വൽ ഫണ്ട്, പ്രിൻസിപ്പൽ എമർജിങ്, ബ്ലൂ ചിപ്പ് ഫണ്ട്, ബ്രാക്കറ്റിൽ G എന്ന് എഴുതുന്നുണ്ട്. ഈ G എന്ന് പറയുന്നതാണ് ഗ്രോത്ത്. എപ്പോഴും നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എന്താ പറയുക, എപ്പോഴും നമ്മൾ ഗ്രോത്ത് ഫണ്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ആ ഗ്രോത്ത് ഓപ്ഷൻ അത് ബെറ്റർ നമുക്ക് റിട്ടേൺ നമുക്ക് ഡിവിഡൻഡിനേക്കാളും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ലോങ് ടേമിലേക്കുള്ള ഇതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടുപിടി റെഗുലർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ റെഗുലർ ഉണ്ട്, നമുക്ക് അല്ലാതെ ഡയറക്റ്റും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ ഗ്രോത്ത് ആണ്, അതുകൊണ്ട് ഇവിടെ ഗ്രോത്ത് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ NAV ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ ദിവസം അതിൻ്റെ ക്ലോസിംഗ് ടൈം കഴിയുമ്പോഴും ആ ഫണ്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ NAV നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ റാങ്കിങ് റേറ്റുകൾ ഇവിടെ ഉണ്ട്. റാങ്കിങ് റേറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ പെർഫോം അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫണ്ട് നല്ലതാണോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റും. അടുത്തത് നമുക്ക് നമ്മുടെ റിസ്കോമീറ്റർ, അതായത് നമ്മൾ ഓരോ ഫണ്ടിലെടുക്കുന്ന റിസ്കിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ച് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ചാർട്ട് ഒരു പിക്ചർ ഇമേജ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഫണ്ടിൻ്റെയും റിസ്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതനുസരിച്ചിട്ട് എടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇവിടെ ഓരോ സ്കീമിൻ്റെയും ഇത് കാണിച്ചിരിക്കുന്നത് പെർഫോമൻസിൻ്റെയാണ്. അതുപോലെ തന്നെ ഓരോ സ്കീമിൻ്റെയും റിസ്കിൻ്റെ ഡീറ്റെയിലും നമുക്ക് അതനുസരിച്ച് നമ്മൾ നമ്മുടെ റിസ്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വണ്ണം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ഫണ്ട് നമുക്ക് റിട്ടേൺ തന്നത് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയും. ഈ ഫണ്ടിൻ്റെ NAV ഓരോ ദിവസത്തെ, അതായത് 2012 തൊട്ട് കഴിഞ്ഞ 5 കൊല്ലത്തെ പെർഫോമൻസ് അല്ലെ 5 ഇയേഴ്സ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്തു, അതായത് ഈ ഫണ്ട് ഞാൻ സെലക്ട് ചെയ്ത് എക്സാമ്പിളായിട്ട് എടുത്ത ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്തു, അതേ സമയത്ത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്തു. അതായത് ഇത് മിഡ് ക്യാപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടായതുകൊണ്ടാകാം അവരത് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും മിഡ് ക്യാപ്പ് ഇൻഡെക്സും എങ്ങനെ പെർഫോം ചെയ്ത സമയം എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ താഴെ അതിൻ്റെ ഓരോ ഫണ്ടിൻ്റെ റിട്ടേൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ റിട്ടേൺ, അതായത് 5 കൊല്ലം വരെയുള്ള 1, 3, 6, 1 കൊല്ലം, 2 കൊല്ലം, 5 കൊല്ലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ റാങ്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള റാങ്കുകൾ ഇവിടെ ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അബ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ്. അപ്പോൾ ആ അബ്സല്യൂട്ട് റിട്ടേൺ അനുസരിച്ചിട്ട് ഓരോ കൊല്ലവും ആനുവൽ റിട്ടേൺ തന്ന സ്റ്റോക്കുകൾ ഓരോ ക്വാർട്ടറും ആനുവലും തന്ന അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. 3, നമുക്ക് ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫണ്ടും അതിൻ്റെ റിട്ടേണും അതിൻ്റെ കാറ്റഗറി ആവറേജ് റിട്ടേണും നമുക്ക് മണി കൺട്രോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫണ്ട് തന്നത് അതും അതിൻ്റെ കാറ്റഗറിപ്പെട്ടതിൻ്റെ ആവറേജ് ഫണ്ടുകളുടെ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു മാസം, 3 മാസം തൊട്ട് 5 കൊല്ലം വരെയുണ്ട്. അതായത് 5 കൊല്ലം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് 28.1% ആനുവലി റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജായിട്ടുള്ള തന്നിരിക്കുന്നത് 9.9. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് വളരെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ ഡീറ്റെയിൽ നമുക്ക് താഴെ കാണാൻ പറ്റും. അതിൻ്റെ ഫണ്ടിൻ്റെ റിട്ടേൺ അത് 1 മാസം തൊട്ട് 5 കൊല്ലം വരെ താഴെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ദീർഘകാലത്തേക്ക് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ദീർഘകാലം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് എങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റൊക്കെ ഇപ്പോൾ 2017 ജൂണിൽ ഏതാണ്ട് 9,400 നിഫ്റ്റി നിൽക്കുമ്പം ഒരുമാതിരിപ്പെട്ട സ്റ്റോക്കുകളും ഫണ്ടുകളൊക്കെ കണ്ടവാനം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുന്ന ഈ സ്കീം ഏതാണ്ട് 41% റിട്ടേൺ ഒരു കൊല്ലം മാർക്കറ്റ് കയറിയുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിയിട്ട് കിട്ടി. അതേ സമയത്ത് നമ്മൾ ഈ പെർഫോമൻസ് നോക്കിയാൽ ഒരു ലോങ് ടൈമിലേക്ക് സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ 3 to 5 ഇയേഴ്സ് ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഒരിക്കലും 15% താഴെ റിട്ടേൺ തരുന്ന ഫണ്ടുകൾ ഒരിക്കലും സെലക്ട് ചെയ്യാതെ ഇരിക്കുക. അത് പ്രത്യേകിച്ച് ഡൈവേഴ്സിഫൈഡ് ഫണ്ടുകൾ ഇങ്ങനെ തീർച്ചയായിട്ടും ഡെപ്റ്റ് ഫണ്ടുകളും മറ്റുമൊക്കെ അതനുസരിച്ചിട്ട് 10-12 ഉണ്ടാവും. അതനുസരിച്ചിട്ട് വേണം ഞാൻ ഡൈവേഴ്സിഫൈഡ് ഫണ്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുണ്ട് നമ്മൾ മേൽ കണ്ട പോലെ തന്നെ കാറ്റഗറി ആവറേജ് പെർഫോമൻസ്. ഈ ഫണ്ട് 28% തന്നപ്പോൾ അടുത്ത ഫണ്ട് 9.9 വേറെ അതിൻ്റെ കാറ്റഗറി ആവറേജ് എന്ന് പറഞ്ഞാൽ 9.9 ആണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഫണ്ട് റിട്ടേൺസ് ആൻഡ് കാറ്റഗറി റിട്ടേൺസ് പറഞ്ഞതുണ്ട്. അതായത് 28 - 10 നമുക്ക് വളരെ കൃത്യമാണ് 18% വ്യത്യാസമാണ്. ദ ബെസ്റ്റ് ഓഫ് ദ കാറ്റഗറി, അതായത് ഈ കാറ്റഗറിയിൽ പെട്ട ഫണ്ടുകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞാൽ 28.1 ഈ ഫണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഫണ്ടാണ് നമുക്കർത്ഥം. ഏറ്റവും മോശമായിട്ടുള്ള ഈ സ്കീമിലുള്ളത് 1.4 ഏതോ ഒരു സ്കീം തന്നിരിക്കുന്നത് 1.4 ആണ്. നമ്മളതാണ് മനസ്സിലാക്കിയിട്ടുണ്ടോ. ഇവിടെ 5 കൊല്ലം 1.4, അതേ സമയത്ത് 6 മാസം റിട്ടേൺ എന്ന് പറയുന്നത് 18 റിട്ടേൺ ചില സ്കീമുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബെഞ്ച് മാർക്കുമായിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് നമ്മൾ ഇവിടെ കണ്ടതാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് 100 കമ്പയർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെൻസസോ അല്ലെങ്കിൽ നിഫ്റ്റി അതനുസരിച്ചുള്ള ഇങ്ങനെയുള്ള അതാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് 19.5% റിട്ടേൺ തന്നപ്പോഴാണ് നമുക്കൊരു ഫണ്ട് 28% നമുക്ക് റിട്ടേൺ തന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഫണ്ട് റിട്ടേൺ ആൻഡ് ബെഞ്ച് മാർക്ക് റിട്ടേൺ എന്ന് പറയുന്നത് അതായത് 28 - 20 ഏകദേശം 8.6% ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഫണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ബെഞ്ച് മാർക്ക് അവർ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്താണ് ഈ സ്റ്റോക്ക് കമ്പയർ ചെയ്യാനുള്ള ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ആണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമർജിങ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഗ്രോത്ത് ആണ്. അതിൻ്റെ റാങ്കിങ് 5 ആണ്, റേറ്റിംഗ് 5 ആണ്, റാങ്ക് 1 out of 5. ഓക്കെ, അപ്പം
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യമേ പറയുന്നു, ഇത് ഒരു റെക്കമെൻഡേഷൻ അല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ സാമ്പിൾ മാത്രം കാണിക്കാൻ, എങ്ങനെ ഒരു ഫണ്ട് പെർഫോം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് മാത്രം. ഓക്കെ, നമുക്ക് അതിൻ്റെ മറ്റ് ഡീറ്റെയിലായിട്ട് നമുക്ക് പോകാം. നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടു അച്ചീവ് ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ബൈ ഇൻവെസ്റ്റിംഗ് ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനീസ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഫണ്ടിൻ്റെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റ്, ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ല കേട്ടോ, ആദ്യം മനസ്സിലാക്കുക. ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പ് കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബെറ്റർ റിട്ടേൺ തരികയാണെന്നുണ്ട്. അപ്പം അത് കാരണമാണ് അവർ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 സെലക്ട് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അതിനടുത്ത കോളത്തിൽ ഞാനൊരു പച്ച ചതുരത്തിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്കീമിൻ്റെ ഡീറ്റെയിൽ. അതായത് ഫണ്ട് എന്ന് പറഞ്ഞ് ഓപ്പൺ എൻഡ് സ്കീമാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് 2008 ഒക്ടോബർ 20 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് മിഡ് ക്യാപ്പ് 100ൻ്റെ അടിസ്ഥാനത്തിലാണ്. അസറ്റ് സൈസ് എന്ന് പറയുന്നത് 695 കോടി രൂപയുടെ അസറ്റുണ്ട് ഈ കമ്പനിയുടെ. അതായത് മാർച്ച് 31, 2017 വരെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ചെയ്യാനായിട്ട് 5000 രൂപയാണ് നമ്മൾ മിനിമം ഇൻവെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് സ്കീം ആയതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവിഡൻഡ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിട്ട് ബോണസ് നോട്ട് അവൈലബിൾ കാണിച്ചത്. എൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഡിസ്പെൻസിങ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഓൺലൈനിൽ തപ്പുക, സെർച്ച് ചെയ്തിട്ട് നമുക്കുള്ളിൽ മനസ്സിലാക്കുക. അതായത് അടുത്തത് നമുക്ക് ലോഡ് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എൻട്രി ലോഡ്, ഇതിനകത്ത് എൻട്രി ലോഡ് ഇല്ല. എക്സിറ്റ് ലോഡ് 1%. അതായത് എക്സിറ്റ് ലോഡ് വിത്തിൻ 1 ഇയർ, അതായത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം, അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം വിത്തിൻ 1 ഇയർ നമ്മൾ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ 1% നമ്മുടെ നിന്ന് ചാർജ് ഈടാക്കും. അതാണ് എക്സിറ്റ് ലോഡ്. നമ്മൾ ഓൾറെഡി രണ്ടും മനസ്സിലാക്കിയതാണ്. ഈ ഫണ്ട് മാനേജുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഡീറ്റെയിൽ വെബ്സൈറ്റ്, അവരുടെ ടെലിഫോൺ നമ്പർ, നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് അവരോട് കോൺടാക്ട് ചെയ്ത് നമ്മുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അടുത്തത് പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ സെക്ടറിൽ തന്നെയുള്ള മറ്റുള്ള ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള ആ കമ്പാരിസനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പവർ സെക്ടറിൽ സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പവർ സെക്ടറിൽ നമ്മൾ ഏതൊരു സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് ആനുപാതികമായിട്ട് ആ സെക്ടറിൽ തന്നെയുള്ള മറ്റ് സ്റ്റോക്കുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ ഫണ്ടുകളും അതേ സമാന രീതിയിലുള്ള ഫണ്ടുകളും എങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത നമ്മൾ എക്സാം എടുത്ത ഫണ്ടിൻ്റെ സമാനമായ രീതിയിലുള്ള ഫണ്ടുകൾ ഇവിടെ 5 ഫണ്ടുകൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ അസറ്റ് എത്രയാണ് അതിൻ്റെ മൊത്തം അസറ്റ് എന്നുണ്ട്. അതുപോലെ ഓരോ 3 മാസം തൊട്ട് 5 കൊല്ലം വരെ ആ ഫണ്ടുകൾ തന്നതിൻ്റെ റിട്ടേൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് നമ്മൾക്കിപ്പോൾ സെലക്ട് ചെയ്ത ഫണ്ട് 28.12 മറ്റോ ആണ് നമുക്ക് മനസ്സിലാക്കും. അപ്പം ഇതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് ഇതുവരെ ഉള്ള പെർഫോമൻസ് അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്തത് സ്കീം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇതിനു മുമ്പുള്ള പെർഫോമൻസ് ഫ്യൂച്ചറിൽ അതേപോലെ റിപ്പീറ്റ് ചെയ്യണം എന്ന് ഇല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്കീം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കീമിലുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോൾഡിങ് ഏതൊക്കെ സ്റ്റോക്സാണ് ഹോൾഡ് ചെയ്യുന്നതിനുണ്ട് ഡീറ്റെയിൽ നമ്മൾ അവർ ആ പോർട്ട്ഫോളിയോക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ പോർട്ട്ഫോളിയോ നമ്മൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകൾ നോക്കി അവരുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കോമണായിട്ട് കാണുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ആളുകൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാറ്, നമുക്ക് സെപ്പറേറ്റായിട്ട് വേറെ ദിവസം പഠിക്കാം. പക്ഷേ ഒരു മെത്തേഡാണ് നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു 10 മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുക്കുക, അതിനകത്ത് ഒരു 8 എണ്ണത്തിനകത്തും ICICI ബാങ്ക് അവർ ടോപ്പ് ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പം നമ്മൾ ഒരു റിറ്റെയിൽ ഇൻവെസ്റ്റ് സംബന്ധിച്ച് അത് റിസ്ക് വളരെ കുറവായിരിക്കും. കാരണം ടോപ്പ് അത് ഫണ്ടുകൾ അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ അവരത് നല്ലപോലെ പ്രൊഫഷണൽ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും അവരെ സ്റ്റോക്ക് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നീട് അവർ ആ സ്റ്റോക്കിൽ നിന്ന് അതിൻ്റെ പെർസെൻറ്റേജ് കുറയോ നോക്കുക. അപ്പോൾ അതനുസരിച്ച് അറിയാം നമ്മുടെ അതിങ്ങനെ സ്റ്റോക്ക് അങ്ങനെ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ. നമ്മുടെ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയിൽ ഉള്ള ഏറ്റവും
കൂടുതൽ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ 10 സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഏത് സെക്ടറിലെത്തുന്നുണ്ട്, അതിൻ്റെ വാല്യൂ എത്ര കോടി രൂപയുടെ സ്റ്റോക്കാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് അവരുടെ മൊത്തം സ്റ്റോക്കിൻ്റെ അസറ്റിനകത്ത് എത്ര പെർസെൻറ്റേജ് ഓരോ സ്റ്റോക്കിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്ടർ വൈസ് നമുക്കിവിടെ കാണാം. അതായത് ബാങ്ക് സെക്ടറിലാണ്, ഓട്ടോമോട്ടീവ്, കെമിക്കൽ, ഓരോ സെക്ടർ വൈസിലും എത്ര പെർസെൻറ്റേജ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ലോയും അത് അവർ ആ സെക്ടറിലുള്ള അലോട്ട്മെൻറ്റിൻ്റെ കുറയ്ക്കലും കൂടുതലും, അത് വാങ്ങലും വിൽക്കലും അനുസരിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അത് നോക്കിയാൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ താഴെ അസറ്റ് അലോക്കേഷൻ, അതായത് അവർ ഏതൊക്കെ ഇക്വിറ്റിയിലാണോ, അതായത് ഡെപ്റ്റ് ഫണ്ടിലാണോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏതിലൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഫണ്ടിനെ സംബന്ധിച്ച് 95.27% അവർ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ റിസ്ക് വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കുക. അതേസിനകത്ത് ഏതാണ്ട് 80.83 ആണ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു 4.52 എന്താ പറയുക, മ്യൂച്വൽ ഫണ്ടിൽ മറ്റ് ഫ്യൂച്ചർ ഫണ്ടുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെയുണ്ട് ക്യാഷ് ആൻഡ് കോൾ എന്ന് പറഞ്ഞിട്ട് 0.06 എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു അതുകൊണ്ട് അപ്പോൾ നമ്മൾ അലൊക്കേഷൻ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, അവർ പോർട്ട്ഫോളിയോ ഉള്ള സ്റ്റോക്കുകളിൽ ആദ്യത്തെ 5 സ്റ്റോക്കുകളിൽ എത്ര പെർസെൻറ്റേജ്, ആദ്യത്തെ 10 സ്റ്റോക്കുകളിൽ എത്ര പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ടോപ്പ് 3 സെക്ടർ വൈസിൽ ടോപ്പ് 3 എത്ര പെർസെൻറ്റേജ് എന്നും നമ്മൾ കൃത്യമായി. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്ന സമയം ഫണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളത് ഒരു 6 മാസം 1 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ഫണ്ട് പെർഫോം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമ്മുടെ ഫണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. അതായത് നമുക്ക് ഒന്നിച്ച് പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഓരോ മാസം നമുക്ക് കിട്ടുന്നതിൻ്റെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂടുതൽ അതിന് പാരലായിട്ട് നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിലെ SIP തുടങ്ങണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് സമയത്തും താഴോട്ട് പോകാം. അതേ സമയത്ത് നമുക്ക് ഈ ഫണ്ടിൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. നല്ല ബെറ്റർ ഫണ്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ബെറ്റർ റിട്ടേൺ കിട്ടും. നമുക്ക് ഇക്വിറ്റിയുമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളോട് അഡ്വൈസ് ചെയ്യാറുള്ളത്, എപ്പോഴും നമ്മൾ SIP മോഡലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഈ സ്കീമിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഞാൻ ആദ്യമേ നമ്മൾ സംസാരിച്ചതാണ് NAV അടിസ്ഥാനത്തിലല്ല ഒരു സ്റ്റോക്കിൻ്റെ പെർഫോം ഒരു ഫണ്ടിൻ്റെ പെർഫോം നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അതിൻ്റെ CAGR, അതായത് നമുക്ക് ആനുവൽ റിട്ടേൺ അനുസരിച്ചിട്ടാണ്, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് സ്കീം നമുക്ക് എത്രമാത്രം നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്തുന്നത്. അതനുസരിച്ചാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ആ ആനുവൽ റിട്ടേൺ നമുക്ക്, അതുപോലെ കോമ്പൗണ്ട് റിട്ടേൺ നമുക്ക്, ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു സ്കീം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് നമ്മുടെ ഒരു SIP നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഈ സ്കീമിൽ നമ്മൾ എന്താ പറയുക, SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ ഒരു പെർട്ടിക്കുലർ കാലത്ത് നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാനിതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ സ്കീമിൽ ഏപ്രിൽ 1, 2012 മുതൽ ഏപ്രിൽ 1, 2017 വരെയുള്ള 5 കൊല്ലം, ഇല്ലേ, 12, 17 കൊല്ലം. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് 61 മാസത്തെ ഒരു മാസം 5000 വെച്ചിട്ട് 61 ഇൻസ്റ്റാൾമെൻറ്റാണ് നമ്മൾ SIP ആയിട്ട് അടച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിൽ ഈ സ്കീമിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 3,05,000 രൂപയാണ് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഈ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതുവരെ അന്ന് 2012 നമ്മൾ 5000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫണ്ടിൻ്റെ NAV അനുസരിച്ച് നമ്മുടെ 6715.89 യൂണിറ്റുകൾ നമ്മളെ കാണും. അപ്പം അതനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 6,12,555.95 ലക്ഷത്തിൻ്റെ റിട്ടേൺ. അതായത് നമ്മൾ 3 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 5 കൊല്ലം കൊണ്ട് നമുക്കത് 6,12,000 മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 5 കൊല്ലം കൊണ്ട് നമുക്ക് 100% നമുക്കതിൽ നിന്ന് ലാഭം കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ലേറ്റസ്റ്റ് NAV എന്ന് പറഞ്ഞാൽ 95.01 ആണ് നമ്മൾ ഏകദേശം മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫണ്ട് പെർഫോം ചെയ്യുന്നത് SIP-ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള
വ്യത്യാസം നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ SIP മോഡലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു ടിപ്പോടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു സ്റ്റോക്ക് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 3 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്ന് കരുതുക നിങ്ങൾ. അപ്പോൾ ഒരു 3 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ 3 ഡേറ്റ് വേണം സെലക്ട് ചെയ്യാൻ. അല്ല ഒരിക്കലും നിങ്ങൾ ഒരേ ഡേറ്റിൽ ചെയ്യരുത്. അതായത് ഒരു 3 ഫണ്ടെങ്കിൽ ഒരു ഫണ്ടിൻ്റെ നമ്മുടെ SIP നമ്മൾ അടയ്ക്കുന്നത് പൈസ എന്ന് പറഞ്ഞാൽ മാസത്തിൻ്റെ ഫസ്റ്റ് മാസവും രണ്ടാമത്തേത് അടയ്ക്കുന്നത് മാസത്തിൻ്റെ നടുക്കും അല്ലെങ്കിൽ മിഡിലും മൂന്നാമത്തേത് അടയ്ക്കേണ്ടത് മാസത്തിൻ്റെ അവസാനമായിരിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലൂടെ ഉണ്ടാകുന്ന ആ വോളറ്റിലിറ്റി, ആ ഫ്ലക്ച്വേഷൻ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ മാസത്തിൻ്റെ അവസാനമാണ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് കണ്ടവാനിടിഞ്ഞെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് ഒരേ ഡേറ്റ് ചെയ്യാതെ പല സമയത്ത് മാസത്തിൻ്റെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിലുണ്ടാകുന്ന വ്യത്യാസം നമുക്കതിൻ്റെ ഒരു ബെറ്റർ റിട്ടേൺ ആദ്യം നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ ഫണ്ട് 5000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ഏപ്രിൽ 2012 ഏപ്രിൽ 2-ാം തീയതി 5000 തുടങ്ങി. അന്നത്തെ അതിൻ്റെ നമുക്ക് യൂണിറ്റിൻ്റെ പർച്ചേസ് 151, അതിൻ്റെ യൂണിറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 27.5. അങ്ങനെ നമ്മൾ 61 മാസം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ഞാൻ മുഴുവൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ഷോട്ട് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. മൊത്തം നമ്മളിപ്പോൾ 6 ലക്ഷത്തിൻ്റെ ഡീറ്റെയിൽ കിട്ടിയതിൻ്റെയാണ് ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു SIP മോഡലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ഇത് മനസ്സിലാക്കും. തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് ഒരു SIP മോഡൽ തുടങ്ങുക. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ് ജോലിക്ക് കയറിയിട്ടുള്ള 30 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 15000 രൂപ വെച്ചിട്ട് 3 സ്കീമിൽ നിങ്ങൾ 5000 രൂപ വെച്ചിട്ട് SIP മോഡലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ 17ാമത്തെ കൊല്ലം അതുകൊണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഭാവിയിൽ നമുക്ക് വളരെ സെക്യൂറായിട്ട് നിങ്ങളുടെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ മറ്റുള്ള ഗോളുകളൊക്കെ കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനും വീടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കതിൽ സാധിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഹോംവർക്കിനെ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിവിടെ നിർത്താം. ഇത് കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നു. ഒന്ന്, നമ്മുടെ ഏജാണ് ഒരു പ്രധാന ഫാക്ടർ. നമുക്കറിയാം വളരെ ചെറുപ്പത്തിൽ 30 വയസ്സിലൊക്കെ ഇപ്പോൾ പ്രൊഫഷൻസൊക്കെ ജോലിക്ക് കയറുന്ന IT ഫീൽഡിലൊക്കെ പോയി 75 1 ലക്ഷം ഒക്കെ ശമ്പളം മേടിക്കുന്നവരൊക്കെയുണ്ട്. പലരും ആ പണം ദൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എൻജോയ് ലൈഫ് എന്നുള്ളതാണ് പലരുടെയും. പിന്നീട് സേവ് ചെയ്യാം, ഇപ്പോൾ ആസ്വദിക്കുക. അപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ സേവ് ചെയ്യുക, പിന്നീട് ആസ്വദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അപ്പോൾ നമ്മുടെ ഏജ് ഒരു വലിയ ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം, ഏജുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. ഫണ്ട് റിസ്ക് എടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ റിസ്ക്. നമുക്ക് ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാം. ഒരു 55 വയസ്സുള്ള ഒരാൾ മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും റിസ്ക് എടുക്കുന്നതിനേക്കാളും അതിൻ്റെ പല ഇരട്ടി റിസ്ക് എടുക്കാം ഒരു 30 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏജ് ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ, നിങ്ങൾ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നു? നിങ്ങൾ പുതിയതായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കരിയർ തുടങ്ങിയ ആളാണോ, അതോ നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ജോലി ചെയ്ത് അതനുസരിച്ചിട്ട് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ശമ്പളമൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അത് ഒരു ഫാക്ടർ അതാണ്. രണ്ട്, നമ്മൾ എത്ര നാൾ ഇനി ജോലി ചെയ്യുന്നു എന്നുള്ളത്. ഒരാൾക്ക് 45 റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാൾ 25 വയസ്സുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴേ നമ്മൾ പറഞ്ഞ രീതിയിൽ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ റിട്ടേൺ അയാൾക്ക് കിട്ടാൻ വരെ അയാൾക്ക് 45-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾ അതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് മാത്രം. അടുത്ത 4ാമത്തെ പോയിൻ്റ്, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അതിന് ആവശ്യമായ സേവിങ് നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. അടുത്തത്, നമ്മുടെ ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെ രീതിയിലാണ്, റിയൽ എസ്റ്റേറ്റ് ആണ്, ബാങ്ക് ബാലൻസ് ആണ്, ഇക്വിറ്റി ആണ്, മ്യൂച്വൽ ഫണ്ടാണ്, നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി അതനുസരിച്ച് നിങ്ങളുള്ള മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോള്, നമ്മുടെ സ്വന്തം വീട്, മാരേജ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, റിട്ടയർമെൻറ്റ്, അതനുസരിച്ച് എത്ര അന്നത്തേക്ക് നമുക്ക് പണം ആവശ്യമുണ്ട്, നമ്മുടെ അന്നത്തെ പണത്തിൻ്റെ അന്നത്തെ ആവശ്യം, അതുപോലെ നമ്മുടെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമുക്ക് അന്ന് എത്ര വരും അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ് ഇപ്പോഴേ നമ്മൾ കണക്ക് കൂട്ടി തുടങ്ങാം. അടുത്ത പോയിൻ്റ്, നമ്മുടെ റിസ്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ ഇതനുസരിച്ച് നമുക്ക് ആ റിസ്ക് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി അതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പലരും നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ബാങ്കിൽ, അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഷുറൻസ് സ്കീമുകളിൽ, ചിട്ടികളിൽ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് സ്കീം നമ്മുടെ നാട്ടിലെ ആളുകൾ
ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും പറയാൻ വളരെ തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഞാൻ ഉൾപ്പെടെ പലർക്കും പറ്റിയിട്ടുള്ളതാണ്. നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞത് മാക്സിമം 8% ടു മേ ബി 12% ഒക്കെ കിട്ടും. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ഫണ്ട് കണ്ടതാണ്, ഒരു ഫണ്ടിൽ നല്ല എത്രയും ഒരു ഫണ്ട് മിനിമം ഒരു 15 തൊട്ടിട്ട് 30% ഒരു ഫണ്ടിൽ നമുക്ക് റിട്ടേൺ. അപ്പോൾ നമുക്ക് എത്ര ഇരട്ടി ഒരു ലോങ് ടൈമിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് മെത്തേഡാണ് നമ്മളൊന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ. അടുത്തത്, ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്കീം അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നിങ്ങൾക്ക് സ്വയം കഴിവില്ലെങ്കിൽ ഒരു ഫണ്ട് മാനേജറുടെ സഹായത്തോടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവേ ആളുകൾക്കൊരു മടിയാണ് ആളുകളെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഒരു അഡ്വൈസർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരൊരു ചെറിയ തുക മാത്രമാണ് നമ്മുടെ നിന്ന് ഈടാക്കുന്നത്. അതേ സമയത്ത് അവർ സെലക്ട് ചെയ്യുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫണ്ടായിരിക്കും. അപ്പോൾ ആ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന തുകയെന്ന് പറയുന്നത് ഒരു വലിയ തുകയൊന്നുമല്ല. നമ്മളതിൽ അത്ര ലുപ്തത കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇഫ് യു കനോട്ട് ഡു യുവർ സെൽഫ്, ബെറ്റർ ടു ഗോ ആൻഡ് ഗെറ്റ് അഡ്വൈസ് ഫ്രം എ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാം. കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അറിയാവുന്ന ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിംഗ് റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അറിയാവുന്ന ആൾ ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാവാം, അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാതിരിക്കുക. നന്ദി, നമസ്കാരം.